ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ സ്രോതസ്സുകളെ ഐൻസ്റ്റൈൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടു. ശാസ്ത്രത്തിലും ഗണിതത്തിലും കുട്ടിക്കാലത്ത് തന്നെ ഇഷ്ടം തോന്നി. പിതാവിന്റെ ലൈബ്രറി, സ്കൂളിലെ പുസ്തകങ്ങൾ, സ്വതന്ത്രമായി വായിച്ച ശാസ്ത്ര സ്രോതസ്സുകൾ ഇവ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറിവായിരുന്നു. അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കൊടുത്തത് പ്രധാന ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങളായിരുന്നു. ന്യൂട്ടൺ, മാക്സ്വെൽ, ഫാരഡേ, പ്ലാങ്ക് എന്നിവരുടെ ആശയങ്ങൾ ഐൻസ്റ്റൈനെ പ്രചോദിപ്പിച്ചു. പ്രത്യേകിച്ച് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിസം സിദ്ധാന്തങ്ങൾ ന്യൂട്ടന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്കുള്ള പാത തുറപ്പിച്ചു. അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു പ്രധാന റിസോഴ്സ് അദ്ദേഹത്തിന്റെ ചിന്താശക്തിയും ഒബ്സർവേഷനുമായിരുന്നു. ലബോറട്ടറി പരീക്ഷണം അദ്ദേഹത്തിന് തന്റേതായ തത്വങ്ങൾ കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കുറച്ചു ദിവസം സൈലന്റ് ആയിരുന്ന് പ്രശ്നങ്ങൾ ചിന്തിച്ചുകൊണ്ട് പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തി. ഇവയൊക്കെ ചേർന്ന് ഐൻസ്റ്റൈനെ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരായി പ്രഖ്യാപിക്കുകയും ഭൗതിക ശാസ്ത്രത്തിൽ അപാരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതായത് ഐൻസ്റ്റൈന്റെ റിസോഴ്സ് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, ചിന്താശക്തിയും ശ്രദ്ധയും വിവിധ ശാസ്ത്രജ്ഞരുടെ അറിവും ചേർന്ന ഒരു സമ്പൂർണ്ണ ശൃംഖലയായിരുന്നു.